2 വർഷത്തെ കാട്ടാവരാതം. അതാണ് കങ്കുവ. ഞാൻ കങ്കുവയിൽ കണ്ട ഒരു കാട്ടാവരാത കണ്ട ഞാൻ എൻ്റെ മക്കളെ അതായത് ഞാൻ ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഞാൻ പറയുന്നത് വിചാരിച്ചില്ല. ഞാൻ ശരിക്കും പറഞ്ഞു, അതായത് ഒരുമാതിരി മെനകെട്ട ഒരുമാതിരി വൃത്തികെട്ട പടം എന്ന് വെച്ചാൽ കൂതറ പടം, ഒന്നും പറയാനില്ല. എടേ എടേ ശിവയ്ക്ക് പടം എടുക്കാൻ അറിയോ? അങ്ങേർക്ക് നിർത്തി പൊക്കൂടെ? പൊട്ടറാണോ? നിർത്തി പൊക്കൂടെ അങ്ങേർക്ക്? എൻ്റെ അതായത് അത് 4 മണിക്കത്തെ ഷോ, അത് മുടങ്ങാണ്ടിരിക്കാണ്ട് എന്ത് ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് ടൈം നോക്കണം. ടൈമാണെങ്കിൽ ഇഴഞ്ഞഴിഞ്ഞ് പോണു. ഇത്രയും വെയിറ്റ് ചെയ്തൊരു സിനിമ. അതായത് ഞാൻ സൂര്യയുടെ സിനിമ ഈ അടുത്തിറങ്ങിയത് അങ്ങനെ ഫാൻ ഷോയ്ക്ക് അധികം ഒന്നും പോകാറില്ല. കാരണം പുള്ളി എന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ തൊട്ട് ഫാൻ ഷോയ്ക്ക് പോകാമെന്ന് വെച്ചിരുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് വരുമെന്ന് വിചാരിച്ചേ, അതിൻ്റെ തെറ്റ്. ഇതിന് 4 മണിക്ക് പോയിട്ട് ഫാൻസുകാരൊക്കെ തിയേറ്റർ നിറഞ്ഞ് അവർ ആഘോഷിക്കുകയാണ്. സിനിമ തുടങ്ങിയപ്പോൾ എല്ലാവരും സൈലൻ്റാണ്. എന്താ കാരണം? ഇങ്ങേറെ കാട്ടാവരാതം ശിവയുടെ എന്ത് പറയാനാണ്? വെറുപ്പിക്കലെന്ന് പറഞ്ഞാൽ എല്ലാവരും, സൂര്യ അടക്കം ഉള്ള കാര്യം പറയാം. അല്ലെങ്കിൽ സൂര്യ ഫാനാണെങ്കിലും പറയണം, പുള്ളി വരെ ഇടയ്ക്ക് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്തൊരു എന്നിട്ടാ കുട്ടിപ്പിശാശുണ്ട്. അതായത് ആ ചെറുക്കനെ കാണുമ്പോഴേ എനിക്ക് കലി കയറി വരാണ്. എൻ്റെ ദൈവമേ, എന്തുന്നാടെ കാണിച്ച് വെച്ചേക്കണേ. ആ ചെറുക്കനെ അഭിനയിക്കാൻ അറിയില്ല എന്ന് തന്നെ. അവൻ അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ എന്നെ വിളിക്കുക. ഞാനാണെങ്കിൽ ഇത്തിരി അഭിനയിച്ചു കൊടുക്കാൻ വേണ്ടി സത്യം കിട്ടും. ഇതിനേക്കാൾ എന്നിട്ട് ഞാൻ അഭിനയിക്കും. ഞാൻ കാസ്റ്റിങ്ങിനൊക്കെ ഒന്നിനാണ് തന്നെ പോയിട്ടുള്ളതാണ്, കിട്ടിയില്ല. പക്ഷേ ഇതിനൊക്കെ നമ്മൾ തന്നെ പോവാണെങ്കിൽ നമ്മൾ ഇതിനെക്കാളും മെനയായിട്ട് അഭിനയിച്ചു കൊടുക്കും. സത്യം കിട്ടും. അങ്ങനെയാണ് ഞാൻ പറയാൻ വന്നത്. എടാ എന്ത് പടാന്നറിയാമോ ഇത്? എൻ്റെ ദൈവമേ, രക്ഷപ്പെടാനൊന്നും ഞാൻ തിയേറ്ററിൽ ഞാൻ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് പറയുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. പറയുകയാണെങ്കിൽ ഇത്തിരി പ്രാസം കൂടുതലാന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ പറയേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചേ. ഭയങ്കര ഒരു പടം. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഈ കുട്ടീനെ കാണിച്ചാണ്. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നല്ലതുള്ളൂ സിനിമയിൽ. അതായത് ഈ കുട്ടിക്ക് എന്താ പവറൊക്കെ ഉണ്ട് അങ്ങനെ കാണിക്കണേ, രക്ഷപ്പെടുന്ന ഭാഗം. പിന്നെ ഫ്രാൻസിസിനെ കാണിക്കാണ്. സൂര്യനെ കാണിക്കുമ്പോൾ 2 വർഷമായി പുള്ളിനെ തിയേറ്ററിൽ കിട്ടിയിട്ട്, അപ്പോൾ കാണിക്കുമ്പോൾ അത്രയും പവറോട് അത്രയും സെറ്റപ്പോടെ കാണിക്കുന്നുണ്ട്. ഇതൊരുമാതിരി എന്ത് പറയാനാണ് ഇതിലെടുത്ത് തന്നേക്കാണ്. ഫ്രാൻസിസ് ഇടയ്ക്കൊക്കെ ഇത്തിരി വെറുപ്പിക്കലുണ്ടെങ്കിലും എന്നാൽ അത്രയും ഈ ശിവയുടെ പടത്തിൽ അറിയാമല്ല, ഏത് നടൻ വന്നാലും ഒരുമാതിരി രീതിയിലേക്ക് അഭിനയിക്കുക, അത്ര സൂപ്പർ നടന്മാരാണെങ്കിലും. ശരിക്കും സൂര്യയുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ മോഹൻലാലിൻ്റെ അവസ്ഥ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണും കൊണ്ടൊക്കെ നല്ലോണം അഭിനയിക്കാൻ അറിയാൻ നടണം. പക്ഷേ സിനിമ സെലക്ഷൻ ഭയങ്കര മോശമാണ് കേട്ടോ. ഉള്ള കാര്യം പറയുകയാണ്. ഇങ്ങനത്തെ ഒരു ഗതികേട് പിടിച്ച പടം. ഇത് ഈ പുലിയുടെ പോലെ അല്ല, ഇത് പുലി വേറൊരു മലങ്കെട്ടാണെങ്കിൽ ഇത് വേറൊരു സാധനം. അങ്ങനത്തെ ഒരു സാധനം, രണ്ടും മാരകം. ഇതിനകത്ത് മുതലായിട്ടുള്ള ഫൈറ്റൊക്കെ ഉണ്ട്. അത് നമുക്കൊന്നും തോന്നണ, നമുക്ക് ചിരിയാ വരണം. അതായത് എന്തിനാ വെറുതെ എന്തൊക്കെയോ കാട്ടി കൂട്ടണു. ഒരു ഫീലിങ്സ് അതിൽ പാട്ടുകൾ വരാണെങ്കിൽ മറ്റേ പാട്ടുണ്ട്, ഒരു ഇമോഷണൽ പാട്ടുണ്ടല്ലോ. ഇത് കൊച്ചിൻ്റെ ഒപ്പം സൂര്യ നടക്കുന്നത്, ആ ഒരു പാട്ട് നല്ലതാണ്. പക്ഷേ ഇമോഷണൽ നമുക്കൊന്നും മാച്ചാവാത്ത കാരണം എന്തിനാ ആ കൊച്ചാണെങ്കിൽ ഒരു മരം കൊത്തി, അതിൻ്റെ മരം കൊത്തിയാണ് എന്തോ ഈ സാധനം, അതിന് കുഞ്ഞുങ്ങളെ തീറ്റ കൊടുക്കുന്നു. ഈ കൊച്ചിന് അമ്മയാണെങ്കിൽ മരിച്ചുപോയി. ഈ കൊച്ചാ കിളീനെ നോക്കിയിട്ട് അമ്മേന്ന് കരയണം. എടാ തിയേറ്ററിൽ നിന്ന് ഞാൻ ചിരിയും വരണുണ്ട്, കരച്ചിലും വരണുണ്ട്. കാരണം സൂര്യനൻ്റെ പടമാണ്. ആ പടത്തിൻ്റെ ഒരു ഇതും കണ്ട് വിഷമാവുന്നുണ്ട്, അതിനനുസരിച്ച് ചിരിയും വരണുണ്ട്. എടാ എന്തുവാടെ ഇത്? എടാ പാസെന്നൊക്കെ പറഞ്ഞാൽ എന്ത്? ഞാൻ വിജയ ഫാൻസുകാരോട് പറയുകയാണെങ്കിൽ, നിങ്ങൾ വിജയ ഫാൻസുകാരും എല്ലാവരും സിനിമ റോസ്റ്റ് ചെയ്യാവും, പരമാവധി റോസ്റ്റ് ചെയ്യുക, ട്രോളാണ്. എന്തിനാണെന്നറിയോ? ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കാതിരിക്കാൻ വേണ്ടി. അത് സൂര്യയ്ക്ക് ഏറ്റവും നല്ല കാര്യമാണ്. സെക്കൻഡ് പാർട്ട് ഇറക്കാതിരിക്കുന്നതാണ് സൂര്യയ്ക്ക് ഏറ്റവും നല്ലത്. പിന്നെ അത്രയും ട്രോളി ആ ശിവ നാളെങ്കിൽ പിന്നെ സിനിമ പിടിക്കില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. അത് അത്രയും നല്ലത്. മാക്സിമം ട്രോളെന്ന് പറഞ്ഞാൽ അമ്മാതിരി ട്രോളിക്കോ. കാരണം എന്താ അറിയോ, ഈ സിനിമ ഇരുന്നൊരു അനുഭവമേ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. എൻ്റെ ദൈവമേ, അതായത് ഒരിക്കലും സൂര്യയുടെ സിനിമ കണ്ടിറങ്ങിയിട്ട്, അതായത് ഇപ്പോൾ ET ഇപ്പോൾ ഏതാണ് എൻജിക്കൊക്കെ കണ്ടിറങ്ങിയാലും ഞങ്ങൾ സൂര്യ ഫാൻസുകാർക്ക് പുള്ളി നല്ലോണം അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളി ഒരു വെറൈറ്റി അല്ലേ നോക്കിക്കണം, ഒരു വ്യത്യസ്തമല്ലേ പിടിച്ചതെന്ന് പറയും. പക്ഷേ ഇങ്ങനത്തെ ഒരു പടം ഏതൊരു സൂര്യ ഫാൻസ് വെച്ചാലും പറയും, എടാ പോരാടാ, ആലമ്പാണ്,
സൂര്യനെ പ്രതീക്ഷ സൂര്യൻ പക്ഷേ പ്രതീക്ഷ തന്നില്ല എന്ന് എന്തായാലും പറയും. കാരണം അങ്ങനത്തെ ഒരു പടം ഇതായിട്ട് ഇങ്ങനത്തെ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല സൂര്യയുടെ. മാസൊക്കെ ഇല്ലേ ഇത് വെച്ച് നോക്കുമ്പോൾ വേറെ സാധനമായിരുന്നു. മേനാകെട്ട പടം എന്ന് പറഞ്ഞ പടം എന്ന് പറഞ്ഞാൽ മേനാകെട്ട പടം. കൊച്ചിനെ എനിക്ക് ഇതേ അവൻ കരയാണോ ചിരിക്കാണോ എന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവന് പോലും അറിയില്ല. അയ്യോ അതിനകത്ത് മറ്റേ ദിശ പട്ടാനിയൊക്കെ എൻ്റെ അത് കുറച്ച് നേരമേ ഉള്ളൂ, അത്രയും ബെറ്റർ. ഇതിനകത്തൊക്കെ പ്ലെയിനിലത്തെ ഒരു സീനുണ്ട് സൂര്യയുടെ. എൻ്റെ ദൈവം, ഞാൻ ഒരിക്കലും ഈ ഒരു ഭാഗം ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടോ. ആ സീനൊക്കെ എന്തുവാടെ പ്ലെയിനിൽ കിടന്ന് തൂങ്ങി പറന്നിട്ട് സ്വപ്നം കാണാം. എന്തൊക്കെ ഇടുന്ന് കാണിക്കണേ. ഈ സിനിമയാണ് ഇത്രയും ഇവർ പൊക്കി പറഞ്ഞു. ഒരുത്തം പറയണ്ടായില്ല പാമ്പിൻ്റെ ആ എഫക്റ്റ് 3D കാണണം. ആ പന്നീനെ പിടിച്ച് ആദ്യമായിട്ട് ഇടിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പാമ്പ് ചാടണുണ്ടോയെന്ന് പോലും തോന്നക്കാത്ത, അതായത് ഓരോ അമ്പിടുമ്പോൾ ഓരോ അമ്പിലും ഓരോരോ പാമ്പ് അതേ വണ്ണത്തിൽ അതേ നീളത്തിൽ അവനൊക്കെ പിടിച്ച് ഇടിക്കുക ചെയ്യണ്ടേ. നന്നായി, ഇത് പൊട്ടണം. കാരണം ഇങ്ങനത്തെ പടം ഇനി ഒരിക്കലും ഇറക്കരുത്. ഇനി എനിക്ക് തോന്നുന്നില്ല ഈ പടത്തിൽ സെക്കൻഡ് പാർട്ട് ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ഗസ്റ്റ് റോൾ ഉണ്ട്, അതെല്ലാവർക്കും അറിയാം, കാർത്തിയാന്ന്. മക്കളെ കാർത്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല. കാർത്തിനൊക്കെ എന്തിനോ വേണ്ടി എടുത്തു വെച്ച പോലെയാണ്. ഒരാവശ്യമില്ല ഇതിനാ. ഈ പടം ഇറങ്ങണ്ടായിരുന്നു മക്കളെ. ഇനി സൂര്യ 44 കാർത്തിക് സുബ്രാജൻ്റെ പടം, ആ ഒരു പടത്തിന് ഹൈപ്പ് ഇതോടെ തീരൂട്ടോ. ആ പടത്തിന് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു, ഞാൻ പ്രതീക്ഷയുണ്ട്. എന്നാൽ കൂടി എനിക്ക് വയ്യ, എൻ്റെ ദൈവമേ. സൂര്യയുടെ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ ഓരോ പ്രതീക്ഷയാണ്. ഇതിനകത്ത് പുള്ളി വരുമെന്ന്. പക്ഷെ എവിടെ പുള്ളി പറഞ്ഞെങ്കിൽ പുള്ളി തന്നെ വിചാരിക്കും. പുള്ളി സൂര്യയുടെ ഒരിക്കലും വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റോറി എടുക്കുന്നത്. ഈ സൂര്യ വരെ ഈ ഫീലിംഗ് ഇമോഷണലൊക്കെ ഇല്ലേ, നമുക്ക് അടിച്ചു കളയാൻ തോന്നുന്നു. നമുക്ക് എന്താ, എനിക്ക് തെറി പറഞ്ഞ് ഇറങ്ങി പോരാന്ന് തോന്നി. ഇനി ആ കാർത്തിയുടെ റോൾ എങ്ങനെയാന്ന് ലാസ്റ്റ് അത് അറിയാൻ വേണ്ടി മാത്രം ഇരുന്നാൽ എനിക്ക് സഹിക്കണ്ടായില്ല. കാരണം ഒരു സൂര്യ ഫാൻ എന്ന നിലയ്ക്ക് ഞാൻ പറയണം, എനിക്ക് സഹിക്കണ്ടായില്ല. ഒരു ജാതി പടം ഇതിനെക്കാളും ഗോട്ടാന്ന് ഞാൻ പറയുള്ളൂ, സത്യം കിട്ടും. അപ്പോൾ ഞാൻ പറയാം, എല്ലാവരുടെ റിവ്യൂ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂര്യനോട് ഇഷ്ടമുണ്ടെങ്കിൽ സൂര്യ ഫാനാണെങ്കിലും നിങ്ങൾ പറയാണ് ഒരിക്കൽ പോയി കാണരുതെന്ന്. കാരണം നിങ്ങൾക്ക് ആ ഇഷ്ടം കുറയുള്ളൂ, സത്യം കിട്ടും. അപ്പോൾ ബൈ. പിന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.